ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും ഹാപ്പി സൺഡേ. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് വേറെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയയും കിട്ടാത്തൊരു ദിവസമാണ് ഇന്ന്. സോ ഞാനും ഇന്ന് അതുപോലത്തെ ഒരു അവസ്ഥയിലാണ്. ഇന്ന് ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും സൺഡേ അല്ലേ, ചിക്കനൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പം ചിക്കൻ കൊണ്ടൊരു കറി വെച്ചിട്ട് നമുക്കൊന്നൊരു കണ്ടന്റ് ഉണ്ടാക്കാം. യെസ്, അപ്പം ഒരു മലബാറി ചിക്കൻ കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഈ നോൺ വെജ് ഐറ്റംസ് എന്ന് പറയുന്നത് അതില്ലാത്തൊരു ലഞ്ചിനെ കുറിച്ച്, അതും പ്രത്യേകിച്ച് സൺഡേ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്കെന്നല്ല, എനിക്ക് പ്രത്യേകിച്ചും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ചിക്കൻ കറി, എനിക്ക് വലിയ വശമില്ല ചിക്കൻ കറി. ഞാൻ ചിക്കൻ തേങ്ങ അരയ്ക്കാതൊക്കെ ഫ്രൈ ചെയ്യാറുണ്ടെങ്കിലും ഇന്നത്തെ നമ്മളെ ഷെഫ്, എപ്പോഴത്തെയും നമ്മളെ ഷെഫായ മേമ ഇന്ന് നമുക്ക് വേണ്ടി ചിക്കൻ കറി ഉണ്ടാക്കി തന്നതായിരിക്കും. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒന്ന് നമുക്ക് കണ്ടിട്ട് വന്നല്ലോ. ലെറ്റ്സ് ഗോ. ആ കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാൻ പോവാണ്. ഇടുക്കി തുറക്കണോ? ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എന്താണെന്നോ എനിക്കറിയില്ല. ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. സോ കടയിലെത്തിയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ. ഹെൽമെറ്റ് നമ്മുടെ അമ്മക്കുട്ടി തക്കാളി എടുത്തിട്ടുണ്ട്. ചടങ്ങാണ് നിൽക്കുന്നുണ്ട്. ക്യാരറ്റാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് എന്ത് ഷേപ്പാണ് ക്യാരറ്റ് കൊണ്ടുപോകുന്നുണ്ട്. ഓ മൈ ഗോഡ്, കറക്റ്റ്. എത്രയാണ്? 200 ഗ്രാം ഉണ്ട് ഈ ക്യാരറ്റ്. ഇതെന്തിനാണ് മിസ്റ്റർ ഈ മുട്ട എടുക്കുന്നത്? ഒരെണ്ണം നോക്കട്ടെ. ഇത് പുതിയ ഐറ്റമാണോ? ഇത് പണ്ടത്തെ ഐറ്റം. പണ്ടത്തെ ഐറ്റം. നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞു. ബാക്കി കലാപരിപാടികൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കാം. സോ നമ്മള് സാധനം വാങ്ങി പോവുകയാണ്. സോ ഗൈസ്, നമ്മളങ്ങനെ വീട്ടിലെത്തി. ഇനിയാണ് നമ്മൾ ശരിക്കുള്ള കലാപരിപാടികൾ ആരംഭിക്കാൻ പോവാണ്. ഹായ്. നല്ല രീതിക്ക് ചിക്കൻ കഴുകി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളെ സൂപ്പർ ഷെഫാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്കാലത്തെയും എവർഗ്രീൻ ഷെഫാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ബൈ ബൈ. എങ്ങോട്ടാണ് സാർ ഓടിപ്പോകുന്നത്? എന്റെ ചിക്കൻ കറി കഴിക്കാൻ തയ്യാറാണോ? ഇന്നാവും, ആയിട്ട് കഴിക്കണം. അങ്ങനെ നമ്മളെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചിക്കൻ ഞാൻ ഓരോന്നും ഈ മുറിച്ചിടുന്നത് ഒന്ന് വറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മൂമ്മ ആണ് ഈ ഉള്ളിയും ഇഞ്ചി തക്കാളി ഇതൊക്കെ അരിഞ്ഞിരുന്നത്. അവൾ നല്ല വൃത്തിക്ക് എല്ലാം കട്ട് ചെയ്ത് തരും. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പം ഈ വെജിറ്റബിൾസ് ആയാലും മീനായാലും എല്ലാം വൃത്തിയാക്കി തരുവാൾ. ഞാൻ ഈ മസാല തയ്യാറാക്കുന്നത് ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് ആണ് ഈ ഒരു മസാല ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക. അപ്പോൾ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. സോ ഇത് വെള്ളം ഉപയോഗിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് ചിക്കൻ പീസസൊക്കെ ഇട്ടിട്ട് അതൊന്ന് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം വയ്ക്കണം. അങ്ങനെ നമ്മുടെ അമ്മൂമ്മ ഓൾമോസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പൊ അവിടെ ചിക്കൻ കറി വെക്കുകയാണ്. എങ്ങനെ ഫ്ലൈറ്റ് എങ്ങനെ പോയി? അങ്ങനെയാ? വാ, ഇയാളൊന്ന് കാണിക്കൂ. ഫ്ലൈറ്റ് എങ്ങനെ പോവാ? ഇന്നലെ നമ്മള് 4 ഹെലികോപ്റ്റർ ഒരുമിച്ച് പോകുന്ന കണ്ടിട്ടായിരുന്നു. ബിക്കോസ് ഇവിടെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് നടക്കുകയാണ്. എന്താ ഈശയെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അരിഞ്ഞ് വെച്ച ഉള്ളിയും പച്ചമുളകും ആദ്യം ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ ഉള്ളി വേഗം വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അമ്മൂമ്മ ഇത് ഓൾമോസ്റ്റ് ഇഞ്ചി
വെളുത്തുള്ളിയും കൂടി നമുക്ക് ഈ ഓട്ടിലിട്ട് ചതച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ അമ്മൂമ്മ, നല്ല ഹെൽപ്പറാണ്. അങ്ങനെ ആ ഇഞ്ചിയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മസാല ഐറ്റംസാണ് ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്ന മുളക് പൊടിയാണ്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നീട് മല്ലിപ്പൊടി ആൻഡ് ചിക്കൻ മസാല. ഇതിൻ്റെ കൂടെ ഉപ്പിടാൻ മറക്കരുത്, ബിക്കോസ് ഞാൻ ഇതിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഉപ്പിടുന്നതിൻ്റെ. അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ശേഷം നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മസാല ചിക്കനിൽ പിടിക്കുന്നത് വരെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നീട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിനിടയ്ക്ക് ഞാൻ ചിക്കൻ വറുക്കണ സീനാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മേമയാണിന്ന് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നതാണ്. ബട്ട് അതെല്ലാം മാറിക്കിട്ടി. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മേമയ്ക്ക് ഇന്ന് അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനാണ് ഇന്നത്തെ ചിക്കൻ കറിയുടെ പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തത്. അതിൻ്റെ ഹെൽപ്പായിട്ട് അമ്മൂമ്മയും മിന്നൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കഴിച്ചു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഫൈനലി ചിക്കൻ കറി റെഡി ആയി വന്നിട്ടുണ്ട്. സോ നമുക്കിത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത്. അപ്പം ടേബിളിൻ്റെ മേലിൽ വരെ നമ്മൾ കറി എത്തിയിട്ടുണ്ട്. അപ്പം ഓരോരുത്തരായി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ചോറ്. ഏട്ടൻ ചോറ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫർസിയും വന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അവനും കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നത് വരെ എനിക്കൊരു സദാമാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഇത്ര എക്സ്പ്രഷൻ കാണണം. ഫസ്റ്റ് നമ്മൾ ചേട്ടായി കഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നോക്കാം. ഫർസി എങ്ങനെയുണ്ട് കറി? ഐ ആം വെയിറ്റ്. ടാൻ 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 ടാൻ. അമ്മു കടലക്കറി കൂട്ടി കഴിക്കല്ലേ? അങ്ങനെ ഞാനത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞുതരാം. യെസ്, ഫൈനലി ഞാനെൻ്റെ കുറ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ആ ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് കുറച്ച് കുരുമുളക് കൂടി നിങ്ങളൊന്ന് ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ചെറിയൊരു ക്ഷീണം വരുന്നുണ്ട്. ഈ വയറ് നിറച്ച് ഫുഡ് കഴിച്ച് കഴിയുമ്പം വരുന്ന പൊതുവായിട്ടുള്ള ക്ഷീണം തന്നെയാണ് എപ്പോഴും വന്നത്. ഇനിയൊരു ഉറക്കമൊക്കെ ആവാം. അപ്പോൾ ഞാൻ പോയി ഉറങ്ങി വരട്ടെ. എല്ലാവരും ഇവിടെ കിടന്നു. സോ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ like, share and subscribe. Bye bye.